ഞാൻ എങ്ങനത്തെ ഒരാളോടാണോ നിന്ന് എൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു വ്യക്തിയാണ്. ഫുൾ ടൈം എന്നെ ഹാപ്പി ആക്കി വെക്കാൻ പറ്റുന്ന ഒരാളാണ് അർജുൻ ചേട്ടൻ. ഭയങ്കര മറ്റേ ഭർത്താവ് അങ്ങനെയൊന്നുമല്ല. നല്ലൊരു കമ്പാനിയനാണ്. അമ്മയ്ക്ക് ആദ്യം അതങ്ങോട്ട് സമ്മതിച്ചാൽ അമ്മയ്ക്കും ബുദ്ധിമുട്ടാണ്. പക്ഷെ അതെങ്ങനെയോ അമ്മ മാറി അത് ബ്രേക്ക് ചെയ്ത് പുറത്ത് വന്ന് ഈ ഒരു ജനറേഷനിലെ ആളെ പോലെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതാണ് അമ്മയുടെ ക്വാളിറ്റി. അതുകൊണ്ട് ഞാനും രക്ഷപ്പെട്ടു. ഷോക്കായിരുന്നു അത്. ആ ഷോക്കിൽ നിന്ന് മാറാനായിട്ട് ഒരു 15 ഡേയ്സ് ടൈമാണ് ദൈവം തന്നത്. അപ്പോഴത്തേക്കും ഫാദർ ഇൻ ലോ മരിച്ചുപോയി. രണ്ടുപേർക്കും കോവിഡായിരുന്നു. അപ്പോൾ 15 ഡേയ്സ് ടൈമിൽ 2 പേരെയൊക്കെ ലൂസ് ചെയ്യുന്നത് തന്നെ നമുക്ക് ശരിക്കും നമ്മളിനി സ്വപ്നം കാണുവാണോ അതോ ഇത് റിയൽ ആയിട്ട് നമ്മുടെ ഫാമിലിയിൽ നടക്കുവാണോ ഒന്നും മനസ്സിലാവുന്നില്ലായിരുന്നു. ഇപ്പം സുധാപ്പു യൂട്യൂബിലോ വ്ളോഗ്സിൽ വരുമ്പോൾ സുധാപ്പുവും ഒത്തിരി പലതരത്തിലുള്ള കോമൻസ് ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കും. അവൾ ഇത്തിരൂടെ വലിയതായി കഴിയുമ്പോൾ വെൻ ഷി ഗെറ്റ്സ് അവെയർ ഓഫ് ദിസ്, അപ്പോൾ എപ്പോഴെങ്കിലും ആലോചിക്കാറുണ്ടോ ദാറ്റ് ഈ വീഡിയോസൊക്കെ കിടക്കുമ്പോൾ ഈ കോമൻസ് ഒക്കെ അവളെങ്ങനെ ഡീൽ ചെയ്യും? അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ കുട്ടികൾ വരുന്നത് എസ്പെഷ്യലി യൂട്യൂബിൽ വ്ളോഗേഴ്സായിട്ട് വരുന്നതിനോട് യോജിപ്പില്ലാത്തവർ പലരുണ്ട്. സോ ഹൗ ഡു യു സീ ദ സിറ്റുവേഷൻ? അതും എനിക്ക് തോന്നുന്നു ഇപ്പം സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞൊരു കരിയർ ഇപ്പോഴല്ലേ ആയത് ചേച്ചി. ഇപ്പം ഒരാളുടെ എന്ത് ചെയ്യുന്നു, ഞാനൊരു വ്ളോഗർ ആണെന്ന് പറഞ്ഞാൽ ഇപ്പോഴും ചിരിക്കുന്ന ഒരു 50% ആൾക്കാരാണ്. കറക്റ്റ്. ജോലിയൊന്നും ഇല്ല അല്ലേ, പഠിച്ചിട്ടില്ല അല്ലേ എന്ന് ചോദിക്കുന്ന ഒരു വിഭാഗം എപ്പോഴും ഉണ്ട്. പക്ഷെ ഇതായിരിക്കില്ല. സുദർശനൊക്കെ നാളെ വലുതായി വരുമ്പോൾ അങ്ങനെ ആയിരിക്കില്ല. ഒരു ചാനൽ ഉണ്ടോ സ്വന്തമായിട്ടെന്ന് ചോദിക്കുന്ന ലെവലിൽ ഇത് മാറും. ഈ സോഷ്യൽ മീഡിയ സംഭവങ്ങളൊക്കെ മാറും. പണ്ട് ഇത് തന്നെയാണ് എൻ്റെ അമ്മ ഫേസ് ചെയ്തിരുന്നത്. അമ്മ ഡാൻസറാണ്. അപ്പം ഞാൻ കുഞ്ഞിലേ ഞാൻ ചുറ്റും കാണുന്ന എല്ലാം ഈ ഡാൻസ് റിലേറ്റഡ് സംഭവമാണ്. ഞാൻ ഇഷ്ടംപോലെ ഡാൻസ് പ്രോഗ്രാംസ് ചെയ്യുന്നു. അപ്പം ഒബ്വിയസ്ലി പഠിത്തത്തിനെക്കാട്ടിലും കൂടുതൽ ഇമ്പോർട്ടൻസ് ഡാൻസിന് കൊടുക്കുന്ന കാണുമ്പം എല്ലാവരും അമ്മയെ കുറ്റപ്പെടുത്തുമായിരുന്നു. താരയാണ് ആ കുട്ടിയുടെ ഫ്യൂച്ചർ സ്പോയിൽ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പം അമ്മ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആവുമായിരുന്നു. അമ്മ വളരെ സീരിയസ് ആയിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ചു, മോളെ ഡിഗ്രി ഡാൻസിൽ എടുക്കണ്ട, വേറെ എന്തെങ്കിലും ചെയ്യും, എല്ലാവരും ഇങ്ങനെ പറയല്ലേ എന്നൊക്കെ ഉള്ളത്. പക്ഷേ ദൈവത്തിന് സാക്ഷ്യത്തെ ഞാൻ പറയട്ടെ, ഇന്നും എൻ്റെ ലൈഫ് ഏറ്റവും നന്നായിട്ട് പോകുന്നത് ഈ ഡാൻസ് ഉള്ളതുകൊണ്ട് തന്നെയാണ്. അമ്മയുടെ ആ ഗൈഡൻസ്, അല്ലെങ്കിൽ അമ്മ എന്നെ അനുവദിച്ചല്ലോ ആ ഒരു സ്ട്രീമിലോട്ട് പോകാനായിട്ട്, അത് തന്നെയാണ് ഇന്നും എൻ്റെ ലൈഫിന് സ്മൂത്തായിട്ട് ഫ്രണ്ടിലോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. എനിക്കൊരു 1% പോലും റിഗ്രറ്റ് ഇല്ല. അന്ന് ഡാൻസ് അങ്ങനെ ആൾക്കാർ കണ്ടിരുന്നു. എൻ്റെ അമ്മ ഈ ഫീൽഡിലോട്ട് വരുമ്പോഴും ആൾക്കാർ ഒരു ഐബ്രോസ് റേസ് ചെയ്യുന്നു, ഡാൻസറാണോ? ഞാൻ എത്ര കാലം അത് ഫേസ് ചെയ്യുന്ന അറിയാമോ ചേച്ചി? എന്താ ചെയ്യുന്നത്? ഡാൻസ് ചെയ്യുന്നു. എന്താ പഠിക്കുന്നത്? ഞാൻ പറഞ്ഞു ഡാൻസ് കോളേജിൽ പോകുന്നില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു കോളേജിൽ പോകുന്നുണ്ട്. അവിടെ എന്താ ചെയ്യുന്നത്? ഞാൻ ഡാൻസിൽ ഡിഗ്രി ചെയ്യുന്നു. അപ്പോൾ എന്നെ ഇങ്ങനെ നോക്കും, ഡാൻസിൽ +2 മാർക്കില്ലായിരുന്നോ? ഞാൻ പറഞ്ഞു എനിക്ക് ഫസ്റ്റ് വന്നാണ്, എൻ്റെ സ്കൂളിലെ ബോർഡിലൊക്കെ എൻ്റെ പേരുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് അന്ന് അതായിരുന്നു ആറ്റിറ്റ്യൂഡ്. അതേ ഒരു ലെവൽ ഓഫ് ഒരു ഐബ്രോ റേസ് ചെയ്യുന്നതായിട്ടാണ് ഞാൻ ഇതും കാണുന്നത്. സോഷ്യൽ മീഡിയ അങ്ങനെ കാണുന്നു. നാളെ മോള് വലുതായി വരുമ്പം മോള് വഴി വന്നിട്ടുള്ള ഇൻകമൊക്കെ ഞാൻ അവൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. നാളെ അവൾ വലുതായി വരുമ്പം അവൾക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കാണാൻ പറ്റും മോൾ എന്താണ് ഏൺ ചെയ്തത്. അത് അവൾക്ക് കാണുമ്പോൾ ആ ഒരു മൊമെൻറ്റിൽ അവൾ പ്രൗഡായിട്ട് ഫീൽ ചെയ്യുമായിരിക്കും. ഒരു ചാനൽ ഉണ്ടെങ്കിൽ അന്ന് മോൾക്കും അത് മുന്നോട്ട് കൊണ്ടുപോകാം, ഒരു സോഴ്സ് ഓഫ് ഇൻകം ആണ്. അതിൽ നിന്നുകൊണ്ട് ഷീ ക്യാൻ ഡിസൈഡ് ഏത് സ്ട്രീമിലോട്ട് പോകണം, ഇഷ്ടമുള്ളത് ചെയ്യാൻ പറ്റുമല്ലോ. നമുക്കൊരു ബാക്കപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് എന്തും ചെയ്യാൻ പറ്റുന്നുള്ളതാണല്ലോ. അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഞാൻ മൈൻഡ് ചെയ്യാറില്ല. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് മോൾക്ക് അത് ഗുണമേ ചെയ്യുള്ളൂ. ഒരു പേരൻസും ഒരാൾക്ക് പെർപ്പസ്ലി ദോഷം ഉണ്ടാകുന്ന ഒരു കാര്യം ചെയ്യില്ലല്ലോ. എൻ്റെ അമ്മ അതെനിക്ക് ചെയ്തിട്ടില്ല. ഞാനും ഉറപ്പായിട്ട് മോക്കൊരു ദോഷം വരുന്ന ഒരു കാര്യം ചെയ്യില്ല. അപ്പോൾ അർജുൻ വന്നതിന് ശേഷം ഏറ്റവും വലിയ മാറ്റം എന്താണ് ഉണ്ടായിട്ടുള്ളത്? ഓഫ് കോഴ്സ് യു മാരീഡ് നൗ, യു ഹാവ് എ ചൈൽഡ്. പക്ഷേ അർജുൻ പേഴ്സണലി സ്പീക്കിംഗ് സൗൽ എന്ത് മാറ്റമാണ് കൊണ്ടുവന്നത്? എല്ലാം നല്ല മാറ്റമെന്ന് ഞാൻ പറയുള്ളൂ ചേച്ചി. കാരണം എന്നെ ഒരു 6 വർഷം മുന്നേ കണ്ട ആൾക്കാർ എന്നെ ഇപ്പോൾ കാണുമ്പോൾ ചേച്ചി ഇപ്പം എന്ന് വെച്ചാൽ സൗഭാഗ്യം മാറിപ്പോയി എന്നുള്ളത് ഒരു വളരെ പോസിറ്റീവായിട്ടല്ലേ പറയുന്നത്. അന്ന് കണ്ട ഒരു കുട്ടിയെ പോലെയായിരുന്നു അങ്ങനത്തെ ഒരാളല്ല. അപ്പം ഞാൻ ഭയങ്കര ഡിസപ്പോയിന്റഡ് ആയിട്ടും തോറ്റുപോയതുപോലെ ഇരുന്ന ഒരു പീരീഡ് ആയിരുന്നു അത്. ഭയങ്കര വിഷമിച്ചും എനിക്ക് എന്നിൽ തന്നെ ഒരു ഒട്ടും മതിപ്പില്ലാതെ ഇരുന്ന ഒരു പീരീഡാണ്. അവിടെ നിന്ന് ശരിക്കും എന്നെ ഇങ്ങനെ കൊണ്ടുവന്ന ഒരാളെന്ന് വേണമെങ്കിൽ പറയാൻ പറഞ്ഞു ചേട്ടാ. എന്നെ ഒത്തിരി എൻ്റെ ലൈഫിനെ മാറ്റി ഹാപ്പിയാക്കി. അതായത് ഞാൻ എങ്ങനത്തെ ഒരാളോടാണോ നിന്ന് എൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു വ്യക്തിയാണ്. ഫുൾ ടൈം എന്നെ ഹാപ്പിയാക്കി വെക്കാൻ പറ്റുന്ന ഒരാളാണ് അർജുൻ ചേട്ടൻ. ഭയങ്കര മറ്റേ ഭർത്താവ് അങ്ങനെയൊന്നുമല്ല, നല്ലൊരു കമ്പാനിയനാണ്. ഭയങ്കര കൂടെ ഇനിയും അങ്ങോട്ടൊരു വലിയൊരു ലൈഫ് നമുക്ക് വളരെ സ്മൂത്തായിട്ട് പോകുമെന്ന് തോന്നത്തില്ല. അങ്ങനത്തെ ഒരാളാണ് അർജുൻ ചേട്ടൻ. ഭയങ്കര ഒരു ആള് വെളിയിൽ നിന്ന് കാണുന്ന പോലെ തന്നെ ഭയങ്കര ഒരു ഹാപ്പി ജോളി പേഴ്സണാണ്. എൻ്റെ ഡാഡിയെ പോലെ
എപ്പോഴും 24 hours എല്ലാവരും ചിരിപ്പിച്ചുകൊണ്ട് അങ്ങനെ നടക്കുന്ന ഒരാളാണ് ചേട്ടൻ. നേരിട്ട് കണ്ടപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ കാണുമ്പോൾ എനിക്കൊന്ന് സൗഭാഗ്യക്ക് പ്രായം കുറവായിരുന്നു അല്ലെ, കുട്ടിയായിരുന്നു. ആദ്യത്തെ തവണ അമ്മയുടെ അടുത്ത് ഡാൻസ് പഠിക്കാൻ വന്നതാണല്ലോ അർജുൻ. ഞാനൊരു 4th standard 5th standard ഒന്ന് പഠിക്കുന്നു, ചേട്ടൻ 10th-ലോ 9th-ലോ. അന്ന് റോസാപ്പൂ കൊണ്ട് നടക്കുന്നൊക്കെ കഥ കേട്ടു. അന്ന് ചേട്ടൻ എനിക്ക് തോന്നുന്നു 10th ഒക്കെ ആയപ്പോഴേ ഒരു അഫയർ ഒക്കെ ഉണ്ടായിരുന്നു അന്ന് സമയത്ത്. അപ്പൊ അമ്മ അന്ന് ഭയങ്കര സ്ട്രിക്റ്റ് ടീച്ചറാണല്ലോ. അപ്പൊ അവിടെ ഇങ്ങനെ ഡാൻസ് ക്ലാസ്സിൽ ഇങ്ങനെ നോ നോൺസെൻസ് ടൈപ്പാണ്. അപ്പൊ അവിടെ ഇങ്ങനെ ചേട്ടൻ ഇങ്ങനെ ഒരു റോസ് ഒക്കെ വെച്ചിട്ട് ആ പുള്ളിക്കാരി ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഞാനാണ് പോയി പറഞ്ഞു കൊടുത്തത്, അമ്മ അർജുൻ ചേട്ടൻ ഇങ്ങനെ റോസാപ്പൊക്കെ വെച്ചിട്ട് ആ ഗേൾ ഫ്രണ്ട് ആലോചിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. അപ്പൊ അമ്മ ഓടി ചെന്നിട്ട് അർജുൻ ഇതൊന്നും പറ്റില്ല, പഠിക്കേണ്ട പ്രായത്തിൽ കുട്ടികൾ പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറഞ്ഞ് അങ്ങനെ നമ്മൾ ഓരോ അവസരം കിട്ടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പാര വെക്കുന്ന ആ ഒരു ടൈപ്പ് ഒരു ഇതായിരുന്നു. നമ്മളങ്ങനെ ഭയങ്കര കൂട്ടൊന്നും അല്ലായിരുന്നു ഞാൻ അർജുൻ ചേട്ടന്. ഒരു ആ ഡാൻസ് ക്ലാസ്സിൽ ഡാൻസ് പഠിക്കാൻ വരുന്ന ഒരാൾ, അത്രേ ഉള്ളൂ. അതിനുശേഷം ടെക്നോ പാർക്കിലൊക്കെ വർക്ക് ചെയ്ത് കുറേ വർഷം മാറി ഡാൻസിൽ നിന്ന് മാറി വിട്ടു പോയിട്ടാണ് പിന്നീട് തിരിച്ചു വരുന്നത്. അതെ, ആ സമയത്താണ് വീണ്ടും കണക്ട് ആവുന്നത്. ആ സമയത്ത് അപ്പോഴേക്കും ഞാൻ പറഞ്ഞില്ലേ ഡാഡി പോയ ടൈമിലൊക്കെയാണ് അത്രയും ഗ്യാപ്പ് ഉണ്ട്. പക്ഷെ അമ്മയെ സംബന്ധിച്ചുള്ള അർജുൻ ചേട്ടൻ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻ്റ് ആണ്. എല്ലാ ടീച്ചേഴ്സിനും അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒരു സ്റ്റുഡൻ്റായിട്ടൊരു ഭയങ്കര ഒരു ബോണ്ടിങ് ഉണ്ടാവുമല്ലോ. ചേട്ടൻ എപ്പോഴും എപ്പോൾ ടൈം കിട്ടിയാലും വന്ന് കാണാൻ വരും. അപ്പോൾ ഞാൻ അമ്മയോട് ചോദിക്കും, എന്താ ഈ ഒരു സ്റ്റുഡൻറ്റിന് മാത്രം ഇത്രയും പരിഗണന കൊടുക്കുന്നത്, എന്താ ക്ലാസ്സിൽ റെഗുലറായിട്ട് വരില്ല, അമ്മ അങ്ങോട്ട് വന്ന് പ്രാക്ടീസ് ചെയ്യാനൊക്കെ പറയുന്നത്. നോർമലി അങ്ങനെ അല്ലല്ലോ, അമ്മ എൻ്റെ അടുത്ത് പോലും പുറകെ നടന്ന് പ്രാക്ടീസ് ചെയ്യുന്നൊന്നും പറയാറില്ലല്ലോ എന്നൊക്കെ ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ ഒരു വലിയ കൺസിഡറേഷൻ ഒന്നും അർജുൻ ചേട്ടന് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുന്നത്. പക്ഷേ അമ്മ പറയും, അത് നിനക്ക് അറിഞ്ഞൂടെ, അർജുൻ ഭയങ്കര സ്വീറ്റാണ്, നല്ലൊരു കുട്ടിയാണ്, അവൻ കള്ളമേ പറയില്ല, അവൻ ഭയങ്കര ജെന്വിൻ ആണ്. അപ്പം അമ്മയ്ക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ക്വാളിറ്റീസ് ആയിരുന്നു ചേട്ടൻ. അപ്പം എനിക്ക് ആദ്യമൊക്കെ ഈ അമ്മ ഒരുപാട് ഒരു കൺസിഡറേഷൻ കൊടുക്കുന്ന ഇഷ്ടപ്പെടാത്തൊരു ആ ഒരു കൂട്ടത്തിലായിരുന്നു, കുശുമ്പുണ്ടായിരുന്നു എനിക്ക്. പിന്നീട് ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ഡാഡി പോയ ടൈമിൽ ട്രിവാൻഡ്രത്തോട്ട് വന്നപ്പം അർജുൻ ചേട്ടനെ കാണുമ്പം ഞാനും അപ്പോൾ ലൈഫിൽ കുറേ മാറ്റങ്ങൾ ഉള്ള ഒരു ടൈമിലായിരുന്നു. പിന്നീടാണ് സംസാരിച്ചത്, അർജുൻ ചേട്ടനും എൻ്റെയും ടേസ്റ്റ് ഒക്കെ സിമിലർ ആണല്ലോ, നമുക്ക് ഒത്തിരി ഒരേപോലെയുള്ള ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്. അപ്പം പെട്ടെന്ന് അങ്ങ് ഒരു ഫ്രണ്ട്ഷിപ്പ് അവിടെ ബിൽഡായി. എന്ത് തരത്തിലുള്ള ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്? എല്ലാം, ഇപ്പം ബൈക്സ് ആണെങ്കിലും ഡോഗ്സ് ആണെങ്കിലും ഇതൊക്കെ നമുക്ക് ഒരേപോലത്തെ ഇഷ്ടമാണ്. അത് ഇഷ്ടം എന്ന് പറഞ്ഞാൽ ചെറിയ ഇഷ്ടമല്ല, നമുക്കതൊരു ഭയങ്കര ക്രേസ് ആണ്. നമുക്ക് അതിനെ പറ്റി നോർമലി നമ്മൾ സംസാരിക്കുമ്പോൾ ആൾക്കാരിങ്ങനെ തുടങ്ങി ഇനിയിപ്പോൾ നിർത്തില്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കും. പക്ഷെ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ അങ്ങനെയല്ല, ഇന്ന ബ്രീഡ്. അപ്പോൾ ചേട്ടൻ എല്ലാം പറ്റി അറിയാം. എൻ്റെ ഡോഗ്സിൻ്റെ അടുത്തും എനിക്ക് കുറച്ച് അന്ന് പഗ്സൊക്കെ ഉള്ളത് ചേച്ചിക്ക് ഓർമ്മയുണ്ട്. എനിക്കന്നൊരു 6 പഗ്സ് ഉണ്ടായിരുന്നു. ഒരു ബ്രീഡറിൻ്റെ ഒരു ഇത് കാരണം ഒരു ബ്രീഡറിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചുകൊണ്ട് അത് വളരെ മോശപ്പെട്ട കണ്ടീഷനിലാണ്, വേറെ ആരെങ്കിലും കൊണ്ട് കളഞ്ഞു. അപ്പം ഞാനിങ്ങനെ ഫുൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും എല്ലാവരും എന്നെ മറ്റേ കാണുന്നതേ ഈ 24 മണിക്കൂറും ദുരന്തമാണ്, പട്ടിയുടെ അസുഖം ഇങ്ങനെ പറഞ്ഞ് നടക്കുന്നല്ലോ എന്ന് പറയും. പക്ഷെ ചേട്ടൻ എൻ്റെ കൂടെ വന്ന് അവരെ ട്രീറ്റ് ചെയ്യുന്നതും അങ്ങനെയൊക്കെ. അപ്പം എനിക്ക് അത് ഭയങ്കര സന്തോഷം തോന്നി. നമ്മൾ ഇതുവരെ അങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല. ഈ ഡോഗ്സിൻ്റെ അടുത്തൊക്കെ ഭയങ്കര സ്നേഹം കാണിക്കുന്നു, ബൈക്സിൻ്റെ അടുത്ത് ഇത്രയും താല്പര്യമുണ്ട്, എപ്പോഴും ജോവിയലാണ്. എനിക്ക് സീരിയസ് ആയിട്ടുള്ള ആൾക്കാരെ എനിക്ക് പറ്റുകയില്ല, ഭയങ്കര മസിൽ പിടിച്ച് അങ്ങനെയൊന്നും എനിക്ക് ഇരിക്കാൻ പറ്റത്തേയില്ല. അപ്പോൾ ചേട്ടൻ ഭയങ്കര ജോളിയാണ്, ഡാൻസ് വലിയ ഇഷ്ടമാണ്. ഇതിൽ കൂടുതൽ എനിക്ക് ചെക്ക് ലിസ്റ്റിൽ ഇങ്ങനെ ഇടാൻ ഇനി ഒന്നുമില്ല. അങ്ങനെയാണ് നമ്മൾ ആദ്യം നല്ല ഫ്രണ്ട്സാണ് ആയത്. പിന്നീടാണ് മനസ്സിലായത് നല്ല ഫ്രണ്ട്സ് അല്ലേ എപ്പോഴും ഒരു മാരേജിൽ വരേണ്ടത്. അപ്പം അതങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് ആയതാണ്. അപ്പൊ ഒരു ഫോർമൽ പ്രപ്പോസലോ അങ്ങനെ ഒരു ഡേറ്റിംഗ് സ്പ്രീയോ ഒന്നും ഉണ്ടായിരുന്നില്ല? അങ്ങനെയൊന്നും ഉണ്ടായില്ല. And Tara ma'am, I'm sure, was absolutely fine with it. അല്ലായിരുന്നു. അമ്മ അർജുൻ ചേട്ടൻ്റെ സ്റ്റുഡൻറ് എന്നുള്ള രീതിയിൽ ഇഷ്ടമായിരുന്നു, അതൊക്കെ ശരിയാണ്. പക്ഷേ എൻ്റെ ആദ്യത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, അപ്പോഴേ അമ്മ പറഞ്ഞിരുന്നു സൗഭാഗ്യയുടെ സെലക്ഷൻ എന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ട് വേണ്ട, ചിലപ്പോൾ ഇനിയും കണ്ടുപിടിക്കുന്ന ആൾ ഇതുപോലെ തന്നെ ആണെങ്കിലോ നിങ്ങൾ, അപ്പോൾ ഇനിയും ഞാൻ കണ്ടുപിടിച്ചോളാം എന്ന് അമ്മ പറഞ്ഞു. അപ്പം അമ്മ ഞാൻ പറഞ്ഞു, ഇല്ല, എനിക്ക് കൂടെ ജീവിക്കേണ്ട ആളെ എന്തായാലും എനിക്ക് തന്നെ കണ്ടുപിടിക്കണം. എനിക്ക് അമ്മയുടെ ഓപ്ഷൻ ഓക്കെ, ഒരു ഡ്രസ്സോ ഒരു ഓർണമെൻറ്റ്സ് ഒക്കെ ആണെങ്കിലും ഓക്കെ, ഞാനതിടാം. പക്ഷെ ലൈഫ് പാർട്ട്ണർ അമ്മ സെലക്ട് ചെയ്യാൻ പറ്റൂല, ഞാനേ സെലക്ട് ചെയ്യുമോ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ തമ്മിലൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ട്. അപ്പോൾ ഇത് അമ്മ ചെറുതായിട്ട് ഒരു ഹിന്റ് അമ്മയ്ക്ക് തോന്നിയപ്പോൾ അമ്മ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു, ഇങ്ങനെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും അങ്ങനെ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ അത് എൻ്റെ അടുത്ത് പറയണം എന്നുള്ളത്. അന്ന് ഞാൻ വിചാരിച്ചു, നമ്മളിപ്പോൾ ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കല്യാണം അങ്ങനെയൊക്കെ ചെയ്യുമോ, ഞാനപ്പോൾ റെഡിയല്ല, എനിക്ക് കുറച്ചും കൂടെ മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ ഇല്ല അങ്ങനെയൊന്നുമില്ല, നമ്മൾ ഫ്രണ്ട്സാണെന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. അവിടെയാണ് അമ്മയ്ക്ക് വിഷമമായത്. അതായത് അമ്മ അത് മനസ്സിലാക്കിയിട്ടും നമ്മൾ സത്യം പറഞ്ഞില്ല. പക്ഷെ അർജുൻ ചേട്ടന് പറയണം എന്നുണ്ടായിരുന്നു. അപ്പം ഐ സ്റ്റോപ്ഡ് ഹിം ഓൾസോ. അപ്പം
അമ്മയ്ക്ക് അർജുൻ എൻ്റെ അടുത്ത് കള്ളം പറയുമായിരുന്നു. ഞാൻ അർജുൻ അങ്ങനെയല്ല വിചാരിച്ചു, ഭയങ്കര ജെന്യൂൻ ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആണ്, ചെറിയ കാര്യങ്ങൾ എൻ്റെ അടുത്ത് വന്ന് സത്യം പറയേണ്ട ആളല്ലേ, എന്തുകൊണ്ട് അർജുൻ പറഞ്ഞില്ല എന്നുള്ളത്. അപ്പോൾ അവിടെ എല്ലാത്തിനും ഞാനായിരുന്നു കാരണം. അങ്ങനെ ഒരു ചെറിയ വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ ആ വിഷമം എന്ന് പറയാൻ ഭയങ്കര ഒരു അടി വഴക്കൊന്നും ഇല്ലായിരുന്നു. ഇത് കേട്ടപ്പോൾ ആളൊന്ന് സ്റ്റക്കായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ അമ്മ അന്നേ ഭയങ്കര ഫോർവേഡായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. ബേസിക്കലി ആ ജനറേഷൻ അങ്ങനെ അല്ല. അപ്പൊ അതിന്റെ പ്രശ്നം അമ്മയ്ക്കുണ്ട്. അമ്മയ്ക്ക് ആദ്യം അതങ്ങോട്ട് സമ്മതിച്ചാൽ അമ്മയ്ക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷെ അതെങ്ങനെയോ അമ്മ മാറി അത് ബ്രേക്ക് ചെയ്ത് പുറത്ത് വന്ന് ഈ ഒരു ജനറേഷനിൽ ആളെ പോലെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതാണ് അമ്മയുടെ ക്വാളിറ്റി. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അല്ല, ഇപ്പൊ എത്ര പട്ടികളുണ്ട് നിങ്ങളുടെ വീട്ടിൽ? ഇപ്പം നമ്മുടെ വീട്ടിൽ 5 പട്ടികളുണ്ട്. 5 പട്ടികൾ? 5 പട്ടികളുണ്ട്. പട്ടികളല്ലാതെ എന്തൊക്കെയുണ്ട്? 2 പൂച്ചയുണ്ട്, പിന്നെ കുറെ ബേർഡ്സ് ഉണ്ട്, പിന്നെ എല്ലാവരുടെ വീട്ടിലുള്ള മീൻ, ഇങ്ങനെയൊക്കെയുള്ള സംഭവം എല്ലാവരുടെ വീട്ടിലൊന്നും ഇല്ല. അപ്പൊ ഇതെല്ലാം എങ്ങനെയാണ് കൊണ്ട് നടക്കുന്നത് സോ? കാരണം ഓക്കെ, പെറ്റ്സിനെ നോക്കാന്ന് പറയുന്നത് തന്നെ കുട്ടികളെ നോക്കുന്ന പോലെ അത്രയും റെസ്പോൺസിബിലിറ്റി ഉള്ളൊരു കാര്യമാണ്. പിന്നെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അന്നുകുട്ടിയുടെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ബ്രദർ ഇൻ ലോ താമസിക്കുന്നുണ്ട്. അപ്പം എല്ലാം കൂടി നോക്കി നടത്തുക, മാനേജ് ചെയ്യുക. അർജുനുണ്ട്, ഒപ്പം തന്നെയുണ്ട്. പക്ഷെ എന്നാലും തന്നെ isn't it a lot of responsibility? കാരണം കോവിഡ് സമയത്താണല്ലോ ലൈഫിൽ ഇത്രയും ഒരു വലിയൊരു ലോസ് സംഭവിച്ചത്. അതെ, പെറ്റ്സിന്റെ കാര്യം ഞാനത് എളുപ്പമാണെന്ന് ഒരിക്കലും പറയുന്നില്ല ചേച്ചി. അത് നല്ല പണം കമ്മിറ്റ്മെന്റ് ആണ്. ഒരു ഡോഗിന് മിനിമം ബിഗ് ബ്രീഡ്സ് ഒക്കെ ആണെങ്കിൽ 10 to 12 years ആണ് പറയുന്നത്. അപ്പോൾ നമ്മളൊരു പട്ടി എടുക്കുമ്പോൾ തന്നെ ഒരു 12 വർഷത്തെ കമ്മിറ്റ്മെന്റ് റെഡി ആണെങ്കിൽ മാത്രമേ നമ്മൾ അതിലോട്ട് പോകാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അപ്പം എന്നെ അർജുനെ സംബന്ധിച്ച് ഞങ്ങൾക്കിത് ഭയങ്കര ഒരു പാഷനാണ്. നമ്മളിത് ഒരു ബിസിനസ് രീതിയിലൊന്നും അല്ല കാണുന്നത്. നമുക്ക് ആ ഇന്ന ബ്രീഡിലൊരു ഡോഗിനെ വളർത്തി നോക്കണം, അതാണ് നമ്മുടെ പ്രൈം ആയിട്ടുള്ള മോട്ടീവ്. അല്ലാതെ അതിൽ നിന്ന് ബ്രീഡ് ചെയ്യിപ്പിച്ച് അതിൽ നിന്നൊരു ബിസിനസ് പൈസ ഒക്കെ പ്രതീക്ഷിച്ച് അങ്ങനെയല്ല നമ്മൾ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് അതൊരു വലിയൊരു മെനക്കെട്ട പണിയായിട്ട് നമുക്ക് തോന്നാറില്ല. പക്ഷെ നമ്മളും ടയേർഡൊക്കെ ആവും. ചില ദിവസങ്ങൾ നമുക്ക് ഭയങ്കരമായിട്ട് എക്സോസ്റ്റഡ് ആവുമ്പം അവരും അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നുള്ളതാണ്. അവർ ഈ ഫാമിലിയിൽ ഉള്ളതല്ലേ. അപ്പം നമുക്കുള്ള അപ്സ് ആൻഡ് ഡൗൺസ് എല്ലാം അവരുടെയും അപ്സ് ആൻഡ് ഡൗൺസ് ആണ്. അപ്പം അങ്ങനെ അവർ കംപ്ലൈനിങ് അല്ല. പിന്നെ ഇതാണ് ഞാൻ പറയുന്നത്, ഒത്തിരി സ്ട്രെസ്ഫുൾ ആയിട്ട് നമ്മളല്ലെങ്കിൽ ഭയങ്കര വിഷമിച്ചൊക്കെ വന്നിരിക്കുമ്പം ഒരു പരിധി അല്ല കേട്ടോ, ഒരു 80 to 90% വരെ നമ്മളെ ഓക്കെ ആക്കി എടുക്കുന്നത് ഈ പെറ്റ്സ് ഒക്കെയാണ്. അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു ടൈമിൽ നമ്മൾ ആ കുറച്ച് നേരത്തെങ്കിലും നമ്മുടെ എല്ലാ പ്രശ്നവും നമ്മൾ മറക്കാൻ അങ്ങനെ ഒരു കഴിവ് ഈ ഡോഗ്സിനൊക്കെ ഉണ്ട്. ഡോഗ്സ് ആണെങ്കിലും ക്യാറ്റ്സ് ആണെങ്കിലും എല്ലാത്തിനും ഉണ്ട്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു പോയിന്റിൽ നമ്മൾ ഇവരൊക്കെ വളർത്തുന്നത് നമുക്ക് അങ്ങോട്ട് താങ്ക്ഫുൾ ആവാറുണ്ട്. ഇവരുണ്ടായിരുന്നതുകൊണ്ടാണ് നമ്മളിപ്പോഴും സെയിനായിട്ടിരിക്കുന്നത് എന്നുള്ളൊരു തോന്നൽ എനിക്ക് എപ്പോഴും ഉണ്ട്. ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു നിമിഷത്തിൽ നമുക്ക് തന്നെ നമ്മളെ കൈവിട്ട് പോയേനെ എന്നൊക്കെ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അപ്പോൾ ഞാൻ ഭയങ്കര താങ്ക്ഫുൾ ആണ്. ഞാൻ വളർത്തുന്ന എല്ലാ ജീവികളോടും ഞാൻ ഭയങ്കര താങ്ക്ഫുൾ ആണ്. എനിക്കൊരു പെറ്റുണ്ടല്ലോ. അതെ, അപ്പൊ ചേച്ചിക്ക് അറിയാൻ പറ്റുമല്ലോ അല്ലേ അവരെ. ഞാൻ എപ്പോഴെങ്കിലും ഒന്ന് വിഷമിച്ചിരുന്ന് കഴിഞ്ഞാൽ അവർക്ക് ഉടനെ മനസ്സിലാവുന്നുള്ളതാണ്. ഭയങ്കര അതിശയാണ് അവരെങ്ങനെയാണ് നമ്മുടെ ഇമോഷൻസ് സെൻസ് ചെയ്യുന്നത്. സൗഭാഗ്യയുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു ശരിക്കും പറഞ്ഞ ഒരു ചേഞ്ച്, ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഈ കോവിഡ് സമയമാണ്. ഞാനൊരു വ്ളോഗർ എന്ന നിലയ്ക്കല്ല പറഞ്ഞു, ഒരു പേഴ്സണൽ ലൈഫിൽ വലിയ 2 ലോസസ് ആണ് ഉണ്ടായത്. ഒരു വർഷത്തിന് ശേഷം ഒരു ലോസും കൂടി, എല്ലാം അർജുൻ്റെ ഫാമിലിയിൽ നിന്ന്. കോവിഡിന്റെ സമയത്ത് ഫസ്റ്റ് പോയത് സിസ്റ്റർ ഇൻ ലോ, പിന്നെ അച്ഛൻ, ഒരു വർഷത്തിന് ശേഷം അർജുൻ്റെ അമ്മ. ഇങ്ങനെ 3 പേരാണ് ലൈഫിൽ നിന്ന് പോയത്. പിന്നെ അമ്മുമ്മ, അച്ഛൻ. ഇങ്ങനെയാണ് ഗ്രീഫ് പ്രോസസ് ചെയ്യുന്നത്. സോ ഐ മീൻ ഇറ്റ്സ് സോ ഹാർഡ് ടു ലൂസ് പീപ്പിൾ. ഇത് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞെന്ന് ചോദിച്ചാൽ സത്യമായിട്ടും ഇപ്പോഴും നമുക്കും അറിയില്ല കേട്ടോ. കാരണം എനിക്കെൻ്റെ ഡാഡിയുടെ ലോസ് തന്നെ ഞാനത് ഓവർകമ്മേ ചെയ്തിട്ടില്ല. ഇപ്പോഴും എനിക്കത് ഭയങ്കര ഒരു വിഷമം തരുന്ന ഒരു പീരീഡ് തന്നെയാണ്. ആക്ച്വലി അതിൽ നിന്ന് കഴിഞ്ഞ് പിന്നെ അർജുൻ ചേട്ടനെ മീറ്റ് ചെയ്യുന്നത്, അർജുൻ ചേട്ടനായിട്ടുള്ളൊരു വെഡ്ഡിങ്, അത് ആ ഒരു ചെറിയൊരു സ്പാൻ ഓഫ് ടൈം ആയിരുന്നു. ഭയങ്കര ഹാപ്പിനെസ് അതിൻ്റെ പീക്കിൽ നിൽക്കുന്ന ഒരു സമയമായിരുന്നു. അവിടെ നിന്ന് പിന്നെ കുറച്ച് അടിപൊളിയായിട്ടാണ് പൊയ്ക്കൊണ്ടിരുന്നത് ചേച്ചി. നല്ല ഹാപ്പി ആയിട്ട് ചേട്ടൻ ചക്കപ്പഴത്തിൻ്റെ ഷൂട്ടിന് കയറുന്നു, എല്ലാം പുതിയ പുതിയ സംഭവങ്ങൾ. നമ്മൾ ഈ ഫാമിലിയൊക്കെ ആയിട്ട് ഭയങ്കര നന്നായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നാണ് ഈ ഒരു കോവിഡ് സംഭവങ്ങളൊക്കെ വരുന്നത്. കോവിഡിൽ ന്യൂസ് കാണുന്നുണ്ട്, ആൾക്കാർ മരിക്കുന്നൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഗ്രാവിറ്റി നമ്മുടെ വീട്ടിൽ വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. അതുവരെ നമുക്കൊരു ന്യൂസിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ വേറെ പ്രശ്നങ്ങൾ പോകുന്നുണ്ടല്ലോ. കോവിഡ് വരുമ്പം നമുക്ക് ഇൻകം ഷോർട്ടേജ് വരുന്നത്, അങ്ങനത്തെ ഒക്കെ ഉള്ള സ്ട്രെസ്സിലാണ്. അതിലിങ്ങനെ ഒരു മരണം എന്ന് പറഞ്ഞൊരു കാര്യം നമ്മൾ ചിന്തിക്കുന്ന പോലുമില്ല. അപ്പോൾ എല്ലാം സെറ്റായി നല്ലൊരു ലൈഫിൽ നിൽക്കുന്ന സമയത്ത് സിസ്റ്ററിലൊക്കെ വയ്യാതായി ജസ്റ്റ് ഒന്ന് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ചെയ്യണം. നമ്മൾ ചിന്തിക്കുന്നതല്ല, നമ്മൾ പുള്ളിക്കാരിയെ ലൂസ് ചെയ്യാൻ പോകണം, നമ്മൾ ചിന്തിക്കുന്നതല്ല. നെക്സ്റ്റ് മോർണിംഗ് നമ്മൾ അറിയുന്നത് പുള്ളിക്കാരി മരിച്ചു പോയെന്നുള്ളതാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പം അത് തന്നെ നമുക്കൊരു ഭയങ്കര ഷോക്കായിരുന്നു. അവിടെ
ഒരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക്. ഇനി ഈ ഫാമിലി എങ്ങനെ, കാരണം ചേച്ചി എന്ന് പറഞ്ഞാൽ ഓൾ ഇൻ ഓൾ ആണ് ആ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം. എല്ലാത്തിനും ചേച്ചിയെ വേണം. അപ്പം എൻ്റെ മദർ ഇൻ ലോയ്ക്കും ഫാദർ ഇൻ ലോയ്ക്കും ആണെങ്കിലും ചേച്ചിയെ വേണം. ബ്രദർ ഇൻ ലോയ്ക്ക് അറിയാലോ, ഒബ്വിയസ്ലി പാർട്ട്ണർ അല്ലേ. ഇല്ലാതൊരു ലൈഫ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുട്ടികളാണെങ്കിൽ അനു അന്ന് 10 വയസ്സേ ഉള്ളൂ. മോനാണെങ്കിലും മോൻ കുറെ കൂടി അറ്റാച്ച്ഡ് സിസ്റ്റർ ഇൻ ലോ ആയിട്ടാണ്. ഭയങ്കര ഒരു ഒരു ഷോക്കായിരുന്നു അത്. ആ ഷോക്കിൽ നിന്ന് മാറാനായിട്ട് ഒരു 15 days ടൈമാണ് ദൈവം തന്നത്. അപ്പോഴത്തേക്കും ഫാദർ ഇൻ ലോ മരിച്ചുപോയി. 2 പേർക്കും കോവിഡായിരുന്നു. അപ്പോൾ 15 days ടൈമിൽ 2 പേരൊക്കെ ലൂസ് ചെയ്യുന്നത് തന്നെ നമുക്ക് ശരിക്കും നമ്മളിങ്ങനെ സ്വപ്നം കാണുവാണോ അതോ ഇത് റിയൽ ആയിട്ട് നമ്മുടെ ഫാമിലിയിൽ നടക്കുവാണോ ഒന്നും മനസ്സിലാവുന്നില്ലായിരുന്നു. അവിടെ കൊണ്ട് ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ ഉൾപ്പെടെ ആ ഫാമിലിയുള്ള എല്ലാവരും ഒരുമാതിരി മരവിച്ച ഒരു ടൈപ്പായിരുന്നു. എല്ലാവരും നമ്പായിപ്പോയി. ഒന്നും റിയാക്ട് ചെയ്യാനോ കരയാനോ ഒന്നിനും ഒരു സമയമില്ല. എല്ലാവരും ലോസ്റ്റ് ആയിട്ടിരിക്കുമായിരുന്നു. നമ്മളത് ഇനിയിപ്പോൾ എന്താ ഡിപ്രഷൻ എന്ന് വിളിക്കുമോ ഒന്നും നമുക്കറിയത്തില്ല ആ ഒരു സ്റ്റേജിൽ. പിന്നെ കോവിഡ് ആയതുകൊണ്ട് അറിയാമല്ലോ, ആരും വീട്ടിലേക്കും വരില്ല. സോ ഒന്നും ചെയ്യാനില്ല, വീട്ടിൽ കുറേ ഒറ്റയ്ക്ക്. അപ്പോൾ ആ ടൈമിൽ ഞാൻ പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ എൻ്റെ 4th month എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. എനിക്കപ്പോൾ ബ്ലീഡിങ് ആയി, പ്ലാസൻ്റ താഴെയായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് കോംപ്ലിക്കേഷൻസ് വന്നിരുന്നു. അപ്പോൾ ഈ കോവിഡ് വരാതിരിക്കാൻ ഇവരെല്ലാവരും ക്വാറന്റൈൻ ആയിരുന്നപ്പോഴത്തേക്കും പിന്നെ നമ്മൾ മാറേണ്ടി വന്നു. ഞാൻ അമ്മയുടെ വീട്ടിലും താമസിച്ചു, ഇവരെല്ലാവരും ഒരുമിച്ചുമായി. അപ്പോൾ അർജുൻ ചേട്ടന് ഏറ്റവും ആവശ്യമുള്ള, നമുക്കൊരു പാർട്ട്ണറിന് ഏറ്റവും ആവശ്യമുള്ള ടൈമിൽ നമ്മൾ രണ്ടുപേരും ഒരുമിച്ചല്ല, മാറി. അപ്പോൾ അങ്ങനെ ഒത്തിരി ലൈഫ് ഒരു അൺഎക്സ്പെക്റ്റഡ് രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചത് തീർന്നു, നമ്മുടെ ലൈഫേ തീർന്നു എന്ന് വിചാരിച്ചു. ഏറ്റവും റോങ് ടൈമിലായി പോയല്ലോ ഈ ഒരു പ്രഗ്നൻസി. ആക്ച്വലി ഏറ്റവും ഹാപ്പി ആയിട്ടിരിക്കേണ്ട ഒരു സമയമാണ്, ഞങ്ങൾ പ്ലാൻ ചെയ്തതായിരുന്നു. പക്ഷെ എന്നിട്ടും ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥയിലൂടെ പോകേണ്ടി വന്നു. ആക്ച്വലി എൻ്റെ ഒരു 5th 6th month ആയപ്പോഴാണ് നമ്മൾ തിരിച്ചെല്ലാവരും കൂടെ ഒരുമിച്ച് താമസിക്കാനൊക്കെ വരുന്നത്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ഫോണിൽ കൂടി അനു വിളിച്ച് കരയുന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ചിത്തി വരുമോ, എനിക്ക് ചിത്തിയുടെ കൂടെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കരയുന്നത്. അവർ ക്വാറന്റൈൻ ആയതുകൊണ്ട് നിൽക്കാനും പറ്റുന്നില്ല. ഇപ്പൊ മോള് കൂടെയാണ്, നമ്മുടെ കൂടെയാണ് താമസിക്കുന്നത്. അനുവിനെ സംബന്ധിച്ച് അറ്റ്ലീസ്റ്റ് അനുവിന് എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ളൊരു പ്രായം പോലും ഇല്ല. അതിന് മുന്നേ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്ന ഒരു കുട്ടിയാണ്. മൂത്ത ആളാണ് എനിക്ക് കുറച്ചും കൂടെ കഷ്ടം തോന്നിയത്. കാരണം ആള് ചേച്ചിയായിട്ടൊക്കെ ഭയങ്കര ക്ലോസ് ആയിരുന്നു. ഫാമിലിയിൽ ആരുടെ അടുത്തും പറയാത്ത സീക്രട്സ് ഒക്കെ ഓടിച്ചെന്ന് ചേച്ചിയുടെ അടുത്ത് മാത്രം പറയുന്ന ഒരാളാണ്. അപ്പോൾ ആള് ഭയങ്കരമായിട്ട് ഷട്ട് ഡൗൺ ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു കംപ്ലീറ്റ് ആയിട്ട്. ബ്രദറിലോ ആണെങ്കിലും ബ്രദറിലോ മീറ്റ് ചെയ്യുന്ന ഒരാൾ പോലും ഒരു കുറ്റം പറയില്ല. അത്രയ്ക്കും ഭയങ്കര ഒരു പ്ലീസിങ് ഫേസ് ഉള്ള ഒരാളാണ്, എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഒരാളെ പോലും ഹേർട്ട് ചെയ്ത് സംസാരിക്കത്തില്ല. ഭയങ്കര സ്വീറ്റ് വല്ലാത്തൊരു ട്രാജഡി ആയി. ബ്രദറിലോ ഒക്കെ ഭയങ്കര, എനിക്കറിയാം ഇപ്പോഴും ഉള്ളിൽ ആള് കംപ്ലീറ്റ് ആയിട്ട് ഷാറ്റേഡ് ആയിട്ട് ഇരിക്കുവാണെന്നുള്ളത് നമുക്കറിയാം. അപ്പൊ ഈ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം കൊണ്ടുവന്ന് ഇപ്പോൾ അർജുൻ ചേട്ടനും നമ്മുടെ കൂടെയാണ് അവരിപ്പോൾ താമസിക്കുന്നത്. അത് നമ്മളങ്ങനെയല്ല പ്രശ്നം, നമ്മളല്ലാതെ എല്ലാവരും ഒരുമിച്ച് ഹാപ്പി ആയിട്ടിരിക്കുന്നത് വേറെ, ഒരു ക്രൈസിസ് വരുമ്പോൾ ഒരുമിച്ചായി പോകുന്നതും വേറെ അല്ലേ. നിങ്ങളൊരു ശരിക്കും ഒരു ന്യൂലി മാരീഡ് കപ്പിൾ തന്നെയാണ്, അത്രയ്ക്കും ഒത്തിരി വർഷങ്ങളായിട്ടില്ല. അപ്പൊ ഇങ്ങനത്തെ വലിയ ട്രാജഡീസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സ്ട്രെയിൻ ഉണ്ടാക്കുമോ? ആൻഡ് അതെങ്ങനെയാണ് ഓവർകം ചെയ്യുക? വാട്ട് ഡു യു ഡു ടു നോട്ട് ലെറ്റ് ഇറ്റ് എഫക്ട് യുവർ റിലേഷൻഷിപ്പ്? ആ ഒരു സ്നേഹമൊക്കെ കിട്ടുമ്പോൾ നമ്മൾക്ക് പല രീതിയിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യുമായിരിക്കും, ഫൈനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുമായിരിക്കും. പക്ഷേ ഈ ഒരു ബോണ്ടിങ് ഉള്ളത് കൊണ്ട് പലതും നമുക്ക് ഓവർകം ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. നമ്മൾ ആക്ച്വലി നമ്മളെ കൊണ്ട് കഴിയുന്നതിൻ്റെ ദി ബെസ്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അറിയാമല്ലോ, സൊസൈറ്റിക്ക് എപ്പോഴും നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പോരാ, അങ്ങനെയും കൂടെ ചെയ്യണം, ഇങ്ങനെയും കൂടെ. അപ്പം ഒരുപാട് സ്ട്രെസ് എടുത്ത് നമ്മുടെ തലയിലേക്ക് വെച്ച് തരുന്നത് പോലെ ഫീൽ ചെയ്യും. ബൗണ്ടറീസ് ഒക്കെ വളരെ കൃത്യമായിട്ട് എനിക്കറിയാം. ഞാൻ മറ്റൊരാളുടെ ബൗണ്ടറി ഞാൻ ഒരിക്കലും ക്രോസ് ചെയ്യാത്ത ഒരാളുമാണ്. അതേപോലെ ഞാൻ പക്ഷെ തിരിച്ച് പ്രതീക്ഷിക്കും, എൻ്റെയും ആ ഒരു ലൈൻ ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് വരരുതെന്നുള്ളത് ഞാനും പ്രതീക്ഷിക്കും. പക്ഷെ നടക്കാറില്ല. നടക്കാറില്ല.